ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. സ്നേഹക്കൂടിന്റെ വിശേഷം എത്തിയിട്ടില്ല, എത്തിയ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിന് വേണ്ടിയിട്ട് സാവിത്രി അമ്മ എന്താ പറയാ ദമ്പതി പൂജ ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടു പേരിലും ഞാനൊരു ദമ്പതി പൂജ ചെയ്യാം, അതിനോട് പറയാം എന്ന് പറഞ്ഞു. അയ്യോ, അത് വേണ്ട സാവിത്രി അമ്മേ, ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുമെങ്കിലും ഇങ്ങനത്തെ വഴിപാടുകളൊന്നും ചെയ്യാറില്ല. അപ്പൊ കമലയും പറഞ്ഞു, ശരിയാ, അതുകൊണ്ടാ മാഷിന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലിക്ക് പോലും ചീട്ടെഴുതിക്കാഞ്ഞത്. എങ്കിലും ഞാനത് ചെയ്യിക്കും എന്ന് വേഗം സാവിത്രിയമ്മ പറയാണ്. അപ്പൊ മാഷ് പറഞ്ഞു, അത് വേണ്ട എന്ന് പറഞ്ഞു. അതൊന്നും വഴിപാട് ചെയ്യണോ വേണ്ടയോ എന്ന് അവരല്ല തീരുമാനിക്കേണ്ടത്, ചെയ്യുന്നവരാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞ ഒരു ദമ്പതി പൂജയ്ക്ക് മാഷ് കമലയുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് സാവിത്രിയമ്മ വേഗം ഇറങ്ങി വരികയാണ് കേട്ടോ. ഞാനേ ഇങ്ങോട്ട് പോന്നപ്പോ പത്മത്തിനെയും കൂടി വിളിച്ചതാ, പക്ഷേങ്കില് അത് ചിലപ്പോ ശങ്കറിന് ഇഷ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവള് വരാഞ്ഞത്. അപ്പോ ജഡ്ജിയമാന് ഞങ്ങളെ ഒന്നും ഇതുവരെ ബോധിച്ചിട്ടില്ല അല്ലെ, ഞങ്ങളെ ഒന്നും ഇപ്പോഴും ദേഷ്യത്തിലാണോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, പക്ഷേങ്കില് അവന്റെ സ്വഭാവം വെച്ച് അറിയാലോ എന്ന് ചോദിച്ചു. അതൊക്കെ അറിയാം, നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, ഞങ്ങളെ പോലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഒരിക്കലും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളുടെ മകളാണ് ആ താലിയുടെ പേരും പറഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നത്, അല്ലാതെ ഞങ്ങളായിട്ട് ഒരു പ്രശ്നത്തിനും നിന്നിട്ടില്ല. അറിയാലോ, അറിയാം മാഷേ, അറിയാഞ്ഞിട്ടൊന്നും അല്ല. അവള് നല്ലൊരു കുട്ടിയാ. അവള് നിങ്ങളുടെ വീട്ടിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. അവൾ ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ, നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ മാഷേ എന്നൂടെ സാവിത്രി അമ്മ പറയാണ്. എന്നിട്ട് എവിടെയിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എങ്കിലും ഇവർ രണ്ടുപേരോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അതെ, എനിക്ക് സെക്രട്ടറി ഒന്ന് കാണണം, കമല നീ പുറത്തേക്ക് ഇറങ്ങിക്കോ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് മാഷ് അപ്പുറത്തേക്ക് പോയി. അപ്പൊ വേഗം തന്നെ സാവിത്രിയമ്മ ചോദിക്കുകയാണ്, അതെ, മാഷിന് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതൊന്നുമല്ല, ഇനിയിപ്പോ വേദനെ ഇപ്പോഴും മാഷിന് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലേ? അതൊന്നുമല്ല സാവിത്രിയമ്മേ, സത്യം പറഞ്ഞാല് മാഷിന് എല്ലാവരോടും സ്നേഹം തന്നെയാണ്, പക്ഷേങ്കില് ആ സ്നേഹം പുറത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് എന്ന് പറഞ്ഞു. അല്ല, ഞാൻ വഴിപാട് കഴിച്ചത് മാഷിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കില് മാഷ് അപ്പൊ തന്നെ അത് തുറന്നു പറഞ്ഞേനെ. ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളോടൊന്നും ഒരു ദേഷ്യമില്ല. പിന്നെ സ്നേഹം അത് പുറത്ത് കാണിക്കാൻ എന്റെ മാഷിന് അറിയില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പം. പിന്നെ വിക്രത്തിന്റെ ജീവിതം പ്രതീക്ഷകളുടെ വിപരീതമായിട്ട് പോകുമ്പോ ഏതച്ഛനാ പേടിക്കാതിരിക്കുക? വിക്രം കാരണം വേദയ്ക്ക് ഒരു ദോഷവും വരരുത് എന്ന് മാത്രമേ എന്റെ മാഷ് ആഗ്രഹിച്ചിട്ടുള്ളൂ. പഴയ മട്ടിലുള്ള മനസ്സാ. ശാസിച്ചും ശിക്ഷിച്ചും ശകാരിച്ചാലും മാത്രമേ നന്നാവൂ എന്ന് മാത്രമാണ് ഷടിച്ചു നടക്കുന്ന ഒരു പാവം മാഷ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്താണെങ്കിലും മോള് വന്നു കയറിയത് ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കമല എന്ന് സാവിത്രിയമ്മ ഇങ്ങനെ പറയാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, വിക്രവും വേദയും ഉമയും മഹേശ്വരനും പോലെ ജീവിക്കും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. താമസിയാതെ നമ്മളെ രണ്ടു വീട്ടുകാരും ഒന്നിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ തടസ്സങ്ങളൊന്നും നോക്കണ്ട. ജോത്സ്യര് പറഞ്ഞ പ്രകാരം വിക്രമനും വേദയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ എല്ലാ തടസ്സങ്ങളും മാറൂന്നാണ്. അതിനിപ്പോഴും എന്ന് പറഞ്ഞു. അത് മാറും, എല്ലാം നന്നായി തന്നെ വരും, കമല നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ക്ഷേത്രത്തില് മണിയടിക്കുന്ന ശബ്ദം കേട്ടു കേട്ടോ. അപ്പൊ വേഗം ഭയങ്കര സന്തോഷമായി സാവിത്രിയമ്മയ്ക്കും കമലയ്ക്കും. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് തൊഴുതു. പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീജേനെയാണ്. അപ്പൊ ശ്രീജയും വേദയും കൂടി ഷോപ്പിങ്ങിന് വന്നിരിക്കുക. നീ എന്താ വേണ്ടത്? ഒരു കേക്ക് കൂടി വേണം എന്ന് പറഞ്ഞു. ഓഹോ, എന്താ ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മന്നൂടി എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഏട്ടത്തി, അയ്യോ, പിറന്നാൾ കേക്കിന് അനുഭവം അറിയാലോ, അതിന്റെ ഇതുവരെ പോയിട്ടില്ല. ഒരു തവണ ഉണ്ടായി എന്ന് കരുതി എപ്പോഴും ഉണ്ടാവണം എന്നുണ്ടോ? ഇല്ലല്ലോ. അച്ഛന്റെ സ്വഭാവം ഇതുവരെ വേദയ്ക്ക് മനസ്സിലായില്ലേ? എത്ര തവണ ഇത് ഒഴിവാക്കാൻ നോക്കിയാലും ഞാൻ ഇങ്ങനൊക്കെ തന്നെ പെരുമാറുമെന്ന് അച്ഛനെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. പിന്നെ ഇത്തവണ ഒരു കാര്യത്തിൽ മാത്രം മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. കാശ് ശ്രീജേടത്തിയുടേതാണെന്ന് ശ്രീജേടത്തി അങ്ങ് പറയണം. ഞാനോ?
ഞാനാണ് കാശ് മുടക്കിയതെന്ന് അറിഞ്ഞ അച്ഛൻ ആദ്യം തന്നെ ഉടക്ക് പറയും. ശ്രീചേട്ടത്തിയാവുമ്പോ സംസാരിക്കാൻ ഒരു സ്പേസ് ഒക്കെ ഉണ്ടാവും. അതിനിടയിൽ നമുക്ക് പരിപാടി ഒപ്പിക്കാന്നേ. എന്റെ കയ്യിൽ എവിടെന്നാ കാശ്? എപ്പോഴെങ്കിലും വീട്ടിൽ പോയപ്പോ അനിയൻ തന്നതാണെന്നും ഇതുവരെ ചെലവാക്കാതെ എടുത്തു വെച്ചിരിക്കുവാണെന്നും എടുത്ത് തട്ടിവിടണം. ഇങ്ങനെ മുഖത്ത് നോക്കി നുണ പറയാൻ എങ്ങനെ പറ്റുക? പേടിച്ചു പോകും. അതിന് കുറ്റകൃത്യം ചെയ്തൊന്നും അല്ലല്ലോ, നല്ല കാര്യത്തിനല്ലേ. അതിന് കുഴപ്പമില്ല മോളെ, എനിക്ക് കൊണ്ട് പറ്റില്ല, ഞാൻ സത്യം പറഞ്ഞു പോവും. എന്നാ നന്ദിനി എടുത്തി തന്നാന്ന് പറയാം. അവള് തന്നാന്ന് സമ്മതിക്കുവോള് എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ വിട്ടേക്ക്, ഞാൻ ശരിയാക്കിക്കോളാം. എത്രയാ ചേട്ടാ എന്ന് പറഞ്ഞ് പൈസയൊക്കെ വേദ തന്നെ അങ്ങ് കൊടുക്കാണ് കേട്ടോ. എങ്കിലും ശ്രീജയ്ക്ക് ഭയങ്കര പേടിയാണ് ഇക്കാര്യത്തിലൊക്കെ. കേക്ക് വാങ്ങാൻ ഞാൻ ഒരു കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വേദ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ വിശ്വത്തിന്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. ആളെ കൊണ്ട് ഒരു ജോലിക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ആള് ഭയങ്കര ഉറക്കത്തിലാണ്. പക്ഷെ ഫോണിന്റെ റിങ് അടിക്കുന്നത് പോലും വിശ്വം അറിയുന്നില്ല. അപ്പൊ ഒന്ന് വേദ വിളിച്ചു, ഫുള്ള്, എന്നിട്ട് എടുത്തില്ല. രണ്ടാമത് വീണ്ടും വേദ വിളിക്കാണ്. അപ്പൊ അതിലെ പോയ ഒരു ആള്, ആ ജോലിക്ക് വന്ന ഓഫീസിലെ ഒരാള്, ഹലോ, അതെ താന് ജോലിക്ക് വന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, ഇപ്പോഴേ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ആ മാനേജർ കാണണ്ട. കണ്ടാലേ തന്റെ ജോലി തെറിക്കും. താൻ ഉറങ്ങാണെങ്കിൽ ആ ഫോണെങ്കിലും അറ്റ്ലീസ്റ്റ് ഓഫാക്കി വെച്ചിട്ട് കിടക്ക, അല്ലെങ്കിൽ ആരെങ്കിലും ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് വിശ്വം വേഗം ഫോൺ എടുത്തു. ആ ഹലോ വേദ, എന്താ വിശ്വേട്ടാ, ഞാനൊരു ഫോൺ വിളിച്ചിട്ട് ഒരു റിങ് മുഴുവൻ തീർന്നല്ലോ, എന്നിട്ട് ഇതുവരെ എടുത്തില്ല. ഞാനേ ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. ഓഫീസ് ടൈമിൽ ഞാൻ ഫോൺ നോക്കാറേ ഇല്ല. അത് നല്ല കാര്യമാണ്. പിന്നെ ഞാൻ വിശ്വേട്ടനെ വിളിച്ചത് ഒരു കാര്യം പറയാനാ. ഞാനിപ്പോ വിശ്വേട്ടന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് കുറച്ച് രൂപ ഇടുന്നുണ്ട്. അതെന്തിനാ വേദ? അതെ, ഇന്ന് നാളെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികല്ലേ. ഇനി മൂത്ത മോനായിട്ടൊന്നും വാങ്ങിയില്ല എന്ന് വേണ്ട, വിശ്വേട്ടൻ വരുമ്പോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോട് വാങ്ങിക്കൊണ്ട് പോരെ. എന്നാ ശരി, അപ്പൊ ഞാനേ ഈ കാര്യം ശ്രീജേടത്തിയോട് പോലും പറയാതെയാ സംസാരിക്കുന്നത്. ശരി എന്നാല് എന്ന് പറഞ്ഞ് വേദ ഫോൺ വെച്ചു. അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി വിശ്വത്തിന്. പിന്നെ നമ്മൾ കാണുന്ന വേദ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. ഷോക്കായി പോയി സത്യത്തില് വേദ. വിക്രം ദേണ്ട ചാക്ക് ചുമക്കാണ്. അപ്പം എന്താണേലും ഒരു ദിവസത്തേനെങ്കിൽ ഒരു ദിവസത്തേന് മാറാം എന്ന് തന്നെ വിക്രം തീരുമാനിച്ച് ചാക്ക് ചുമക്കുന്ന കണ്ടപ്പോ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി. സത്യത്തില് വേദ പറഞ്ഞിട്ട് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ ആ മനസ്സ് തോന്നിയല്ലോ. ഒരു പണിക്കും പോവാതിരുന്ന ഒരാൾക്ക് ഇത്രയെങ്കിലും മാറ്റം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ വേദ അകത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് ഇവര് കേക്കും സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് നേരെ കടയിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ വിക്രത്തിന്റെ ചുമട് കണ്ടിട്ട് എന്താ വേദ ഭയങ്കര സന്തോഷത്തിലാ. എന്താ ഒരു ചിരി വരുന്നത് എന്ന് ശ്രീജ ഇങ്ങനെ ചോദിക്ക. എന്തോ ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ശ്രീജടത്തി, ഒരാള് കഷ്ടപ്പെടുമ്പോ സന്തോഷം തോന്നുവോ സങ്കടം തോന്നുവോ? മനുഷ്യന്മാര് കഷ്ടപ്പെടുന്ന കാണുമ്പോ ആർക്കെങ്കിലും സന്തോഷോ മനസ്സിൽ ദുഷ്ടതയുള്ളവര് തോന്നും. അപ്പൊ എന്റെ മനസ്സിൽ ദുഷ്ടതയുണ്ടല്ലേ എന്ന് ചോദിച്ചു. അയ്യോ വേദ, അങ്ങനെ ആരെങ്കിലും കഷ്ടപ്പെടുന്ന കണ്ടാല് സന്തോഷിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സങ്കടം, മനുഷ്യരുടെ കഷ്ടപ്പാടുകളിലൊന്നും ഞാൻ സന്തോഷിക്കില്ല. പക്ഷെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ആര് കഷ്ടപ്പെട്ടാലും ഞാൻ സന്തോഷിക്കും. അവർക്കൊരു ലക്ഷ്യമുണ്ടല്ലോ. ഓ, പണിയെടുക്കുന്ന കാര്യമാണോ? അപ്പൊ ആരാ ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നയാള്? ആലോചിച്ച് നോക്ക്. വിശ്വന്റെ കാര്യമാണോ എന്ന് ചോദിച്ചോ. അത് ശരിയാ വേദ, അതോർക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാ. അതെ ശ്രീജേടത്തി, ഉദ്ദേശിച്ച കാര്യം നടന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ വേദയ്ക്ക് തന്നെയാ എന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് അവർ രണ്ടുപേരും കയറി വരുമ്പോ നന്ദിനി ഉമ്മറത്തിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ആളെന്തോ പുസ്തകമൊക്കെ വായിച്ചിട്ടിരിക്കാണ്. അപ്പൊ കയറി വന്നോണ്ട് തന്നെ ആഹാ, ഇതെവിടെ പോയി രണ്ടാളോടെ? രണ്ടുപേരും സർക്കിട്ട് കഴിഞ്ഞ് വരുവാന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾക്ക് എന്താ സർക്കിട്ടിന് പൊയ്ക്കൂടെ? പണ്ടൊക്കെ എങ്ങോട്ട് പോവാണെങ്കിലും ശ്രീജേടത്തി പറയായിരുന്നു. അതിന് ദൂരോട്ടൊന്നും പോയില്ല, കാവല വരെ പോയുള്ളൂ. ഞാൻ പിന്നെ വലിയ ഗതിയുള്ളിടത്തൊന്നും അല്ലല്ലോ, അല്ലേ ശ്രീജേടത്തി? അതുകൊണ്ടായിരിക്കും. നന്ദിനി വെറുതെ അനാവശ്യം പറയല്ല. എന്റെ വീട്ടുകാരെന്താ പണക്കാരാണോ? അല്ലല്ലോ. ആ ബോധം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാവണം എന്നാ ഞാൻ പറഞ്ഞു വന്നത്. ഇവളൊക്കെ താരം കിട്ടിയ താരി നിറം പുറത്തിറക്കും. അവസാനം ഏഴകൾ മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ. അത് മറക്കണ്ട. ഒരു കുത്തു ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ നന്ദിനിയടത്തി അവസാനം കാശമേ കയറി പിടിച്ചു അല്ലേ? കൊള്ളാം.
എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ ശരിയാണ്. പക്ഷേ കാശുള്ളത് എന്റെ വീട്ടിലാ. അല്ലാതെ നന്ദിനി എടുത്തു വെക്കുന്നത് പോലെ ഇവിടുത്തെ അലമാരിയിലല്ല. അല്ല, അലമാരി കാശോ? ആരുടെ അലമാരിയിൽ? എവിടുത്തെ കാശ്? നന്ദിനി അടുത്ത് വെറുതെ പരിഭ്രമിക്കണ്ട. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ലെന്നേ. ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചോ. എന്നാ നീ ഒന്ന് എടുത്തു വെച്ചേ. ഞാൻ വെല്ലുവിളിക്കുക. അത്ര ഉറപ്പായിട്ട് പറയണമെങ്കിൽ അത് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അല്ലേ? നന്ദിനി വെറുതെ വഴക്കിടാൻ നിൽക്കണ്ട. കറങ്ങാൻ പോയതല്ല, അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ, ഞങ്ങൾ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി പോയതാ. കേക്കോ? എന്താ കേക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല? ശ്രീചേട്ടത്തി, ഇത് വല്ലതും പതിവുള്ളതാണോ? ഇങ്ങനെയൊക്കെ അല്ലേ പതിവ് തെറ്റിക്കുന്നത്? നീ വാങ്ങിയതാണെന്ന് പറഞ്ഞ അച്ഛൻ സമ്മതിച്ചു തന്നെ എടുത്താ പറമ്പിലെറിയും. അത് വാങ്ങിയത് ഞാനാണല്ലോ. ഏട്ടത്തിയോ? വിഷുവേട്ടന് ഇന്നലെ ജോലിക്ക് പോയപ്പോ തന്നെ ശമ്പളം കിട്ടിയോ? എന്തിനാ ഇവളുടെ കൂടി എന്താ നോണ പറയുന്നത്? അതെ, നോണ തന്നെയാ പറയണത്. കാശ് കൊടുത്തത് ഈ ഞാൻ തന്നെയാ. പക്ഷെ അത് ശ്രീചേട്ടത്തി വാങ്ങിയതാണെന്നേ പറയൂ. മനസ്സിലായി? എന്നിട്ടെടുത്ത് ശ്രീചേട്ടത്തിയെ കൊണ്ട് പറയിപ്പിക്കും നീ കാരണമാ വാങ്ങിയെന്ന്. പതി അച്ഛന്റെ മനസ്സില് ഇവിടെ സ്ഥാനം കിട്ടാൻ വേണ്ടി ഓരോ ഉടായിപ്പ് അല്ലേ? ശരിയല്ലേ? അതിനാ ശ്രീചേട്ടത്തിയും കൂട്ട്. അതെ, എന്നാ ഞാനിത് അച്ഛനോട് പറയും. ഉറപ്പായിട്ട് അച്ഛനോട് പറയും. പറഞ്ഞാലേ നന്ദിനിയെ എടുത്ത് ഞാൻ കിണറ്റിലിടും. ദേ, ആ കിണറിലെ അതിനുള്ളിലേക്ക് ഞാൻ താളിയിടുമെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ നന്ദിനി ഒന്ന് പേടിച്ചു. ദേ, അങ്ങനെ ഒരു ഘട്ടം വന്നാലേ ശ്രീചേട്ടത്തിയും സഹായിക്കും. ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ആണോ എന്ന് ചോദിച്ചപ്പം ആ എന്ന് പറഞ്ഞ് തലയാട്ടി. നന്ദിനി ആള് പേടിച്ചു പോയിട്ടാ. വേഗം നന്ദിനി അടുത്തേക്ക് മുങ്ങാനുള്ള വെള്ളം കാണുമായിരിക്കും അല്ലേ ശ്രീചേട്ടത്തി എന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും അകത്തേക്ക് പോവാണ്. എന്നെ വിടുകയില്ലായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മളെ കാണുന്നത് മാഷും അതുപോലെ തന്നെ കമലയാണ് കേട്ടോ. അപ്പൊ അവർ രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു. പിന്നെ രാധനെ കണ്ടു. അപ്പൊ രാധ ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത്. നമ്മുടെ വിക്രം ചുവട് ചുമക്കുന്ന ആ കാഴ്ച. അപ്പൊ വേഗം തന്നെ വിക്രം എന്ന് വിളിച്ചോണ്ട് രാധ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വിക്രം, വിക്രം എന്ന് വിളിച്ചു. അപ്പൊ വാള് ഭയങ്കര സങ്കടത്തിലാട്ടോ. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും ആകെ ഷോക്കായി പോയി. വിക്രം എന്ന് വിളിച്ചു. വിക്രം എന്താ ഇവിടെ എന്ന് ചോദിച്ചു. കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എല്ലാ കാലത്തും ഒരുപോലെ ആകാൻ കഴിയില്ലല്ലോ. ഓ, അവള് വന്നോണ്ടാണല്ലോ അല്ലേ എന്ന് ചോദിച്ചോ. ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ നിനക്കെന്താ പ്രശ്നം? നിനക്ക് ഓട്ടമുള്ള സമയല്ലേ. നീ വെറുതെ പോയി 4 കാശുണ്ടാക്കാൻ നോക്ക്. എനിക്കും ശരിക്കും പറഞ്ഞാല് തിരക്കുണ്ട് എന്ന് പറഞ്ഞു. കാശിനാ ചെയ്യുന്നെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു രാധ. ഇനി ഒരു ജോലി ചെയ്യണമെന്ന് വെച്ചാ എന്തൊക്കെ ചെയ്യാം? പറ, വേറെ എന്തൊക്കെ ചെയ്യാം? പറ നീ എന്ന് പറഞ്ഞു. എന്നാ നീ പറയാത്തതാ? ഗുണ്ടയും കൂലിത്തല്ലുമായിട്ടുള്ള ഒരാള് ജോലി ചെയ്യാൻ അറിയാൻ അല്ലെങ്കിൽ അതുകൊണ്ട് ഇറങ്ങിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസമുള്ള ആളല്ലേ. അപ്പൊ പിന്നെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചാൽ അത് കിട്ടില്ലേ? അതെ, ശരിക്കും പറഞ്ഞാല് ഞാൻ ടെസ്റ്റ് എഴുതി ജയിച്ച റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ഏതോ ഒരു കാലത്തല്ല. കുറച്ച് കാശ് വേണം, ഞാൻ തരാം. അയ്യോ, നീയും കൂടി സഹായിച്ച ഒന്നിനും കൊള്ളാത്തവനാക്കല്ലേ. നീ വേഗം ചെല്ലാൻ നോക്കരാതെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നോക്കാണ് കേട്ടോ. അയ്യോ, ഇതെന്താ എന്ന് ചോദിച്ചു. വിക്രമേട്ടന്റെ കയ്യിൽ ഇത് ചോര, ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിച്ചു. അതെ, ഇത് കൊണ്ടുവന്ന് കീറിയതാ. അയ്യോ, ഇത് സെപ്റ്റിക്കാവും. മതി, ഈ ജോലി ഇവിടുന്ന് നിർത്ത. ആശുപത്രി പോയിട്ട് വീട്ടിൽ കൊണ്ടാക്കാം. വാ വിക്രമേട്ട, ഈ ചാക്ക് മുഴുവൻ ഇറക്കിയിട്ട് വേണം വണ്ടി പോവാൻ ഡേ എന്ന് പറഞ്ഞ ഒരു മുതലാളി അവിടെ ഒന്ന് ഇങ്ങനെ പറയാണ് വിക്രത്തിനോട്. അപ്പൊ വിക്രം, ദേ നീ ചെല്ല, അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുതെന്ന് നിന്നോട് ഞാൻ ഒരിക്കൽ വാൺ ചെയ്തതാ. നീ നിന്റെ പണി നോക്കി പോരാതെ നീ ഇവിടെയും കൂടി വന്ന നീ ദൈവത്തെ ഓർത്ത് നാറ്റിക്കല്ലേ. നീ ഒന്ന് പോയി തരുമോ എന്ന് വിക്രം ചോദിച്ചു. എന്റെ പൊന്ന് വിക്രമേട്ട, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. അതെ, വിക്രമേട്ടൻ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ടല്ലേ വിക്രമേട്ടനെ ഈ അവസ്ഥയിൽ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവില്ല. എന്നാണല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ അത് സെപ്റ്റിക് ആകും എന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ്. ഡി, നീ വേഗം ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ രാധ കൈ കയറി പിടിച്ചിരിക്കുകയാണ്. നിന്നോടെ കൈ വിടാൻ പറഞ്ഞത്. ഞാൻ വിടില്ല, എന്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്. വിടടി എന്ന് പറഞ്ഞോണ്ട് കൈ ബലമായിട്ട് അങ്ങ് പിടിയിടിച്ചു കേട്ടോ. എന്നിട്ട് ആകെ ദേഷ്യത്തിൽ വിക്രം നോക്കുക. ഒറ്റയടിക്ക് എനിക്ക് കരണം പോയിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ദേ,
നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി അപമാനിക്കപ്പെടാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് മാത്രമാ. ഒരുമിച്ച് വളർന്ന കുട്ടിയാ, ചെറുപ്പം മുതൽ കാണുന്നതല്ലേ എന്ന് വിചാരിച്ചപ്പോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് പെരുമാറിയപ്പോ നീ തല കയറാൻ ശ്രമിക്കാണോ? ഇനി മേലിൽ എന്റെ കാര്യം അന്വേഷിച്ച് കേറി വന്ന ഇറങ്ങി പോടി എന്ന് പറഞ്ഞു. അത് രാധയ്ക്ക് ശരിക്കും സങ്കടമായി കേട്ടോ. അപ്പൊ രാധ വന്നിന്ന് കരയാണ്. രാധ കരയുന്ന കണ്ടപ്പോ വിക്രത്തിനും വിഷമൊക്കെ ആയി. കണ്ണീരൊലിപ്പിച്ച് നാണം കെടുത്താതെ ഇറങ്ങി പോവാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു. അവസാനം രാധ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് നേരെ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. എന്തു പറ്റി? അല്ല എന്താടാ നീ ഇങ്ങനെ സംസാരിച്ചത് എന്ന് അവിടെ നിന്ന് ആ ചേട്ടൻ ഇങ്ങനെ വന്ന് ചോദിക്കാൻ കേട്ടോ. ആ കുട്ടിയായിട്ട് എന്താടാ പ്രശ്നം? അയ്യപ്പൻ നാട് നീളെ പറയുന്നതില് എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊരു പാവം കുട്ടിയാട്ടോ. അങ്ങനെ ഒരാളാണെന്ന് ജെയിംസ് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? അതൊരു പാവം കുട്ടിയാ. പക്ഷെ അവക്ക് വകതിരിവ് വേണ്ടേ? അതിന് വകതിരിവില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യാനാ ചേട്ടാ എന്ന് ചോദിച്ചോ. ഉച്ച കഴിഞ്ഞാൽ ഞാൻ വീട് വരെ പോയിട്ട് വരും. 2 ദിവസത്തെ കൂലി ഒന്ന് എടുത്ത് വെച്ചേക്കണേ. അതിനെന്താ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതേണ്ട വീണ്ടും ചാക്ക് ഇങ്ങനെ എടുത്ത് തോളിൽ വെച്ചോണ്ട് വിക്രം എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം അച്ഛന് വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ വേദിയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര ഡെക്കറേഷനൊക്കെ നല്ല ഗംഭീരാക്കി. ഇന്ന് അച്ഛൻ്റെ വായിന്ന് വീഴുന്നതെല്ലാം ശ്രീജേടത്തി കേട്ടല്ലോ. ആ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് ചെവി പൊത്താൻ പറ്റുമോ? എന്ത് പറഞ്ഞാലും എല്ലാരും കേൾക്കണം. അതിൽ നീയില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചോ. എന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ സങ്കടപ്പെടേണ്ടി വരില്ല. വേദ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നടന്നോളും എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ദേ വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ. ദേ അവര് വരുന്നുണ്ട്. വേഗം തന്നെ ബലൂൺ സെറ്റാക്ക്. അപ്പൊ ഇവര് ബലൂണൊക്കെ സെറ്റാക്കി എല്ലാ ഡെക്കറേഷനൊക്കെ പൂർത്തീകരിച്ച് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ അതിന്റെ മാഷ് വരുമ്പോഴേക്കും പത്രം അവിടെ നിൽക്കുക കേട്ടോ. രാവിലെ വിശദമായി പത്രം വായിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ അതൊന്ന് അടക്കി ഒതുക്കി വെക്കാൻ ആൾക്കാരില്ല അല്ലേ എന്ന് ചോദിച്ചു. കമല ഒന്നും മിണ്ടിയില്ല. കമല നേരെ അകത്തേക്ക് കയറി അങ്ങ് പോയി. അപ്പൊ മാഷ് ഈ പത്രമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്ത് കഷ്ടം നോക്കണേ. അപ്പൊ കമല അകത്തേക്ക് കയറി വന്നപ്പോ ഒന്ന് ഞെട്ടിപ്പോയി. എന്തൊക്കെ ഇത് എന്ന് ചോദിച്ചോ. അച്ഛന്റെ പിറന്നാൾ ആഘോഷിച്ചത് കലങ്ങിയില്ലേ, അതും കൂടെ കോമ്പസേറ്റ് ചെയ്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. വെഡിങ് ആനിവേഴ്സറി അമ്മേ എന്ന് പറഞ്ഞു വിനയൻ. അപ്പം അത് അച്ഛനോട് വന്നിട്ട് പറയുന്നതല്ലേ വിനയേട്ടാ നല്ലത് എന്നുകൊണ്ട് നമ്മുടെ നന്ദിനി. അപ്പോഴേക്കും നമ്മുടെ വേദ കേക്കൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്തിനാ മോളെ ഇതൊക്കെ ഒരുക്കിയത്? ഈ വീട്ടിൽ ഇതൊന്നും പതിവില്ലാത്തതാണ്. മാഷ് വന്ന് കണ്ടാ ഇനി എന്തു പറയുവോ? അയ്യോ ആണോ? അതിന് നന്ദിനിയടുത്ത് പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഞാനോ? നന്ദിനിയടുത്താണോ കേക്ക് വാങ്ങാൻ പറഞ്ഞ് കാശ് തന്നത് എന്ന് ചോദിച്ചു. എന്നൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ നന്ദിനി. അപ്പൊ അതാണ് മാഷത്തേക്ക് കയറി വരുന്നത്. അപ്പൊ പിന്നെ നന്ദിനിക്ക് ഉത്തരവില്ല. എന്റെ ദൈവമേ പെട്ടു എന്നോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വരുമ്പോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ കരുതിയ കേക്കും ഡെക്കറേഷനും. ഞാനും ശ്രീജേടത്തിയും പുറത്തു പോകാൻ തുടങ്ങിയപ്പോഴാ കേക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് നന്ദിനി അടുത്ത് 1000 രൂപ തന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കാണ്. നന്ദിനിയുടെ കണ്ണും ഇങ്ങനെ തള്ളി നിൽക്കാണ് കേട്ടോ. ഇവളെന്താ എന്നെ കൊട്ടി കൊടുക്കാനാണോ പ്ലാൻ എന്ന് ഓർത്തിട്ടാണ് നന്ദിനി വിഷമിച്ച് നിൽക്കുന്നത്. ആയിരിക്കും കൊടുത്തതല്ലേ എന്ന് ചോദിച്ചു. അല്ല അച്ഛൻ്റെ അമ്മയുടെ വിവാഹവാർഷികമല്ലേ എന്ന് പറഞ്ഞു. അതെ അതെ, മക്കൾക്ക് അത് ആഘോഷിക്കണമെന്ന് തോന്നിയാല് അച്ഛനമ്മമാരെ വെറുതെ നിന്നു കൊടുത്തല്ലേ പറ്റൂ എന്ന് ചോദിച്ചു. അല്ല കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി കാശ് കൊണ്ട് ബലൂണും സാധനങ്ങളും ഒക്കെ വാങ്ങിയത് സ്റ്റേജ് അടുത്ത് പറഞ്ഞുകൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ പെട്ടു കേട്ടോ. എല്ലാവർക്കും ഒരു പണി നമ്മുടെ വേദ തന്നെ അങ്ങ് കൊടുത്തു. അപ്പൊ വേഗം തന്നെ നന്ദിനി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വേദ പറഞ്ഞു മിണ്ടരുത് കിണറ്. അയ്യോ, അറുത്ത കൈക്ക് ഒപ്പ് കേൾക്കാത്ത ആ എൻ്റെ വിനായകൻ ഈ വയസ്സനം കാലത്ത് ഞങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ചെലവാക്കിയ രൂപ 1000. അല്ലേടാ വിനായക എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛ എന്ന് പറഞ്ഞു. നന്ദിനി അടുത്ത് വെറുതെ നിർബന്ധിച്ചപ്പോ എന്താണെങ്കിലും വിനായക ഏട്ടന് എതിര് പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല അല്ലേ ഏട്ടത്തി, ശരിയല്ലേ എന്ന്. അതിനെ ഞാൻ വിനയേട്ടനോട് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അല്ല എന്തെങ്കിലും ചെയ്യണ്ടേന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോഴാ വിനയേട്ടൻ 1000 രൂപ എടുത്ത് എനിക്ക് നീട്ടിയത് അല്ലേ? മതി മാഷേ,
നല്ലൊരു ദിവസമായിട്ട് ഇനി കുട്ടികൾ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചപ്പോ അതിന്റെ കൂടെ ഒന്ന് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. മാഷ് വരൂ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ കമല. അവസാനം മാഷ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. വരൂ മാഷേ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും ഇടയ്ക്ക് വേണം. അവസാനം ഓർക്കാൻ ചിലപ്പോ ഇതൊക്കെ കാണൂ. ഓഹോ, ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ എന്റെ ഭാര്യ പറയാൻ തുടങ്ങിയോ? പിന്നെ കുറെ കാലം ഒരു അധ്യാപകന്റെ ഭാര്യയായിട്ട് ജീവിച്ചതല്ലേ, കുറെ ഫിലോസഫി എനിക്കും അറിയാം. മാഷ് വാ വാ അച്ഛാ, ഇത് അമ്മയുടെയും കൂടി ഒരു ദിവസമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ വേദയ്ക്ക് സന്തോഷമായി. പക്ഷെ മാഷിന് സംശയമുണ്ട് കേട്ടോ, ഇവള് തന്നെയാണെന്നുള്ള കാര്യത്തില്. മാഷ് വാതൊക്കെ ചെന്നു. ആ ശരി എന്ന് പറഞ്ഞ ഇവരെല്ലാവരോടെ ചെന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ വിക്രം അവിടെ വന്നു കേട്ടോ, സാധനമൊക്കെ വാങ്ങിയിട്ട്. അപ്പം വേദ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു, കേറി വാ എന്നുള്ള മട്ടില്. അപ്പം ഇല്ല എന്ന് കാണിച്ച് ഇങ്ങനെ കണ്ണും കാണിച്ച് വിക്രം പുറത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. ആ അച്ഛന്റെ ആ ഒരു പ്രവൃത്തി കാരണം വിക്രത്തിന്റെ നെഞ്ച് ശരിക്കും പറഞ്ഞാൽ പെടഞ്ഞു പോവാണ് കേട്ടോ. വേദയ്ക്കും അത് വല്ലാത്തൊരു സങ്കടത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.